നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുംഭം രാശി ലഗ്നമായി ജനിച്ചവരുടെ സാമാന്യ സ്വഭാവമാണ് ഇന്ന് പറയുന്നത്. ജീവിതത്തിൽ അസംഖ്യമായ പരിവർത്തനങ്ങളിൽ ഇടപെട്ട് ലോകത്തെക്കുറിച്ച് നല്ല ജ്ഞാനം നേടിയവരായിരിക്കും. വൈവിധ്യമാർന്ന ആളുകളുമായി ഇടപഴകാൻ അനുകൂലമായ വിശാലമായ സമൂഹ വീക്ഷണം ഉണ്ടായിരിക്കും. ഉന്നത പഠനത്തിന്റെ മൂല്യം മനസ്സിലാക്കുകയും ഗുണനിലവാരം, നീതി, ഐക്യം എന്നിവയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ബന്ധുജനങ്ങളിൽ നിന്ന് യാതൊരു ഗുണഫലങ്ങളും ലഭിക്കുകയില്ല. സാധാരണ മനുഷ്യരിൽ നിന്ന് അതീതമായ ഒരു ചിന്താമണ്ഡലം ഇവരിൽ കാണാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ പരിവർത്തനം ഉണ്ടാകുകയും കൂടെ കൂടെ പരാജയങ്ങൾ സംഭവിക്കുകയും ചെയ്യും. എന്നാൽ അടിസ്ഥാനപരമായ അറിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ വളരെ വേഗം ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഏകദേശം 40 വയസ്സ് ആകുന്നതോടുകൂടി ഭാഗ്യങ്ങൾ വന്നുചേരുന്നതിൻ്റെ സൂചന ലഭിച്ചു തുടങ്ങും. അങ്ങനെ ഒരു സൂചന ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ അറിയാതെ തന്നെ അതിൻ്റെ പരമകോടിയിൽ എത്തിച്ചേരുന്നതാണ്. 40 വയസ്സുവരെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതാണെങ്കിലും ജീവിതാന്ത്യത്തിൽ സൗഭാഗ്യം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഭാഗ്യകാലങ്ങളിൽ ചില ദുരിതാനുഭവങ്ങളും വന്നുചേരും. എല്ലാ സുഖാനുഭവങ്ങളുടെയും കൂടെ ഒരു ദുഃഖത്തിന്റെ നിഴൽ ഉണ്ടാകും. എങ്കിലും ഒരിക്കലും നിരാശരായി തളർന്നിരിക്കില്ല. ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കും. ജീവിതം കഷ്ടപ്പാടുകളുടെയും അപവാദങ്ങളുടെയും ഉള്ളിൽ നിന്ന് വികസിച്ച് ഒടുവിൽ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുന്നതാണ്. എത്ര ക്ഷീണിച്ചാലും ഏറ്റെടുത്ത പ്രവൃത്തികൾ ചെയ്തു തീർക്കുന്നവരാണ്. അന്യദേശത്ത് പോകുന്നതിനും അന്യദേശത്ത് താമസിക്കുന്നതിനും പ്രത്യേകം ഇഷ്ടം കാണിക്കും. അന്യദേശത്തു നിന്ന് ആദായമാർഗങ്ങൾ ലഭിക്കുകയും ചെയ്യും. പങ്കാളിത്തത്തോടെ സംരംഭം തുടങ്ങുന്നതിനേക്കാൾ സ്വന്തമായി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് വിജയിക്കുകയും ചെയ്യും. എന്നിരുന്നാലും പങ്കാളിയുമായി ചേർന്ന് സംരംഭം തുടങ്ങി പരാജയപ്പെട്ടാലും പങ്കാളിയെ കുറ്റം പറയില്ല. അഥവാ വിജയം ഉണ്ടായാലും ലാഭം തുല്യമായി വീതിക്കുന്നതിൽ സന്മനസ് കാണിക്കും. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടും ആലോചനയില്ലാത്ത പ്രവൃത്തികളും ആരംഭശൂരത്വവും ഇവരെ കൂടെ കൂടെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചിന്താശൂന്യത കൊണ്ട് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളും സൃഷ്ടിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെങ്കിലും അതൊന്നും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയില്ല. അന്യരുടെ ഗുരുവായിരിക്കാനും ഉപദേശം കൊടുക്കാനും വലിയ താല്പര്യമായിരിക്കും. കഷ്ടപ്പാടുകൾ എന്ത് വന്നാലും സഹിച്ച് മുന്നേറുന്ന പ്രകൃതം ആയിരിക്കും. പൊക്കം കുറവ്, കൊഴുപ്പുള്ള ശരീരം, കുടവയർ, തടിച്ച കണങ്കാൽ എന്നിവ ഇവരുടെ സാമാന്യ ശരീരപ്രകൃതമാണ്. അന്യരുടെ ദൃഷ്ടിയിൽ സാധുശീലന്മാരായിരിക്കും. ഭരണകാര്യങ്ങളിൽ ക്ലേശവും പ്രശ്നങ്ങളും സഹിക്കേണ്ടി വരും. അഗാധമായ ഈശ്വരവിശ്വാസം ഉള്ളതിനാൽ വിജയപരാജയങ്ങളിലും സുഖദുഃഖങ്ങളിലും സന്തുലനം പാലിക്കുന്നവരാണ്. വാഗ്ദാനം ചെയ്ത പല സഹായങ്ങളും ലഭിക്കാതെ വന്നേക്കാം. നൂതനമായ കർമ്മ പദ്ധതികൾ സൃഷ്ടിക്കുന്നവരായിരിക്കും. വിവാഹം നടക്കാൻ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെങ്കിലും ശേഷം കാര്യപ്രാപ്തിയുള്ളതും നിയന്ത്രണമുള്ളതുമായ പങ്കാളിയെ ലഭിക്കും. അവർ ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നവരായിരിക്കും. സംഭാഷണങ്ങളിൽ അതൃപ്തി ഉണ്ടായാൽ അത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. സ്ത്രീകൾ ആഭരണ അലങ്കാരപ്രിയരും സുഗന്ധദ്രവ്യങ്ങൾ പൂശി വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരും ആയിരിക്കും. സ്നേഹമുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യും. ചിലപ്പോൾ സ്ത്രീകൾക്ക് പ്രായം കൂടിയ പുരുഷനെ വിവാഹം കഴിക്കേണ്ടി വരും. വളരെ ക്ഷമയുള്ളവരും വിവേകം, ചിന്താശേഷി, വിവേചന ബുദ്ധി എന്നിവയുള്ളവരും ജോലിയിൽ ദൃഢനിശ്ചയം ഉള്ളവരുമായിരിക്കും. ഇളയ സഹോദരൻ, ആത്മസുഹൃത്തുക്കൾ, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛൻ, അയൽക്കാർ എന്നിവരെ കൊണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ഉപകാരപ്പെടില്ല. രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പ്രണയബന്ധങ്ങൾ പരസ്യമായതുമൂലം ബന്ധങ്ങൾ തകരാൻ സാധ്യതയുണ്ട്. മേടം, ഇടവം, മിഥുനം, തുലാം,
മകരം, മീനം ഈ രാശികൾ കൂറോ ലഗ്നമോ ആയി ജനിച്ചവരോടുള്ള ബന്ധവും ഇടപാടുകളും അനുകൂലമായി വന്നു ചേരുന്നതാണ്. ലഗ്നത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെ യോഗങ്ങൾ വന്നാൽ ഈ സാമാന്യ ഫലങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വന്നു ചേരാം. നമസ്കാരം.